മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ എസ് ഐ നേരെ സിയന്റെ ക്യാബിലേക്ക് ചെന്നത് കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, എടാ ആ പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നോ, അവളെ ചോദ്യം ചെയ്തോ എന്നൊക്കെ ചോദിക്കും. അന്നേരം എസ് ഐ ആകങ്ങനെ വിയർത്തുകൊണ്ട് പറയുന്നുണ്ട്, സാറേ അവളൊന്നും വിട്ടു പറയുന്നില്ല, അവൾ പറയുന്നതിൽ പകുതിയും പച്ച കള്ളമാണെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറയും. അന്നേരം സി ഐക്ക് ദേഷ്യം അങ്ങ് ഇരിച്ചു കയറിക്കൊണ്ട് തന്നെ സി ഐ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ അവളോട് നേരിട്ട് ചോദിക്കാം, ചോദിക്കേണ്ട പോലെ ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ഉള്ളത് സത്യം അങ്ങ് തുറന്നു പറഞ്ഞോളും എന്ന് പറയും. എസ് ഐ പറയുന്നുണ്ട്, അവൾ ഒരു ഒന്നൊന്നര കള്ളിയാണെന്നൊക്കെ എനിക്ക് തോന്നുന്നത് എന്ന്. എന്തായാലും താൻ പോയിട്ട് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോവാ എന്ന് സി ഐ ആജ്ഞാപിച്ചു. ഉടനെ എസ് ഐ പോയി അലീനയെ വിളിച്ചിട്ട് സി ഐയുടെ മുന്നിലേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുവരികയാണ്. സി ഐ അവളെ പിടിച്ചിരുത്തിയിട്ട് എസ് ഐയോട് പറയുന്നുണ്ട്, താൻ പോയിക്കോ. രമേശൻ നമ്പ്യാർ അവിടെ നിന്നും ഇറങ്ങിയതോടുകൂടി തന്നെ സി ഐ തന്റെ ചോദ്യം ചെയ്യലങ്ങ് മുറുകി ഓരോന്നോരോന്നായിട്ട് പുറത്തെടുത്തു. സി ഐ ഓരോന്നിങ്ങനെ വിരട്ടി ചോദിക്കുമ്പോഴേക്കും അലീനക്ക് ആകെ ഒരേ ഒരു മറുപടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തന്റെ അടുത്ത് ആരും മോശമായ രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല എന്ന് തന്നെ അവൾ തറപ്പിച്ചു പറഞ്ഞു. തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയായിരുന്നു അവളുടെ മറുപടി. നേരത്തെ പറഞ്ഞതിൽ കൂടുതലൊന്നും അവൾക്ക് പറയാനില്ലായിരുന്നു. പക്ഷേ പോലീസുകാർ എങ്ങനെയെങ്കിലും എന്തെങ്കിലും അവളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള പ്ലാനിലാണെന്ന് അലീനക്ക് മനസ്സിലായി. സി ഐ പിന്നെയും വരട്ടെ, അല്ല നിനക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി തന്നതല്ലേ, അങ്ങനെ നിന്നെ മയക്കിക്കെടുത്തിയതല്ലേ, നീ ഒപ്പിട്ട് ഒരു പരാതി എഴുതി തരണമെന്ന് അയാൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പെട്ടെന്നൊന്ന് ഞെട്ടി. സി ഐ തുറപ്പിച്ചു നോക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇല്ല സാറേ, എനിക്ക് പരാതിയൊന്നുമില്ല. അതെന്താണ് നിനക്ക് പരാതിയില്ലാത്തത്, അതിന്റെ കാരണം എന്താണെന്ന് സി ഐ ഒന്നുകൂടി ഇങ്ങനെ പുച്ഛിച്ചു ചോദിച്ചു. ഈ പറയുന്ന ബാലചന്ദ്രന്റെ വീട്ടിൽ നീ വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ലല്ലോ, അപ്പോഴേക്കും അവിടുത്തെ ജോലിക്കാരിൽ നിന്നും നീ വീട്ടുകാരായ കഥകളൊക്കെ എനിക്കറിയാം. സത്യം പറയടി, നിനക്ക് ആ വീടുമായിട്ട് എന്താടി ഇടപാട് എന്ന് ചോദിച്ച് അയാൾ അങ്ങ് ആക്രോശിച്ചു. അലീനക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. എങ്കിലും അവൾ ഉറപ്പിച്ചു പറഞ്ഞു, സാറേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പരാതിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എഴുതി തരില്ല എന്ന് പറയും. സി ഐ ഓരോന്ന് വീണ്ടും തിരിച്ചും മറിച്ചും ചോദിച്ചു നോക്കിയെങ്കിലും അലീന അതിനൊന്നും തന്നെ വഴങ്ങിയില്ല. പേടിച്ച് പിന്മാറാൻ അവൾക്ക് ഉദ്ദേശമില്ലായിരുന്നു. നല്ല ബോൾഡായി തന്നെയാണ് അവൾ സി ഐക്കൊക്കെ മുന്നിൽ മറുപടി പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ സി ഐക്ക് നല്ല അങ്ങ് ദേഷ്യം വന്നു. അയാൾ കുറേ അധികം ചീത്ത വിളിച്ചുവെങ്കിലും അലീന അതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ ഇരുന്നു. ഒടുവിൽ അയാൾ പറയുന്നുണ്ട്, നീ അവിടെ പോയിരിക്ക്, പരാതി എഴുതി തന്നിട്ട് ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് പറയും. നിന്നെ മയക്കിക്കടത്തിയിട്ട് അവർ റേപ്പ് ചെയ്യാൻ നോക്കിയതല്ലേ, എന്നിട്ടും നിനക്ക് എന്താണ് ഈ പരാതിയില്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് അവളോട് ദേഷ്യപ്പെട്ട് അവളെ അങ്ങ് പുറത്തേക്ക് വിട്ടു. അലീന പുറത്തെ ബെഞ്ചിൽ വന്നിരിക്കുന്നുണ്ട്. അവളുടെ മനസ്സിൽ പഴയ ഓരോ കാര്യങ്ങളിങ്ങനെ കടന്നുപോയി. ആദ്യം താൻ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വന്നതും പിന്നീട് കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തിയതും തൻ്റെ അമ്മയെ കണ്ടതുമൊക്കെ, അങ്ങനെ ഓരോ കാര്യങ്ങൾ അവളിങ്ങനെ ഓർത്തെടുത്തു. ഈ സമയം ഗോവർദ്ധനൻ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. അലീനെ യാതൊരു കാരണവുമില്ലാതെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നും പരാതി എഴുതി കൊടുക്കാതെ വിടില്ല എന്നും അവിടെയുള്ള കോൺസ്റ്റബിൾ വഴി അയാൾ അറിഞ്ഞു. ആകെ വെപ്രാളത്തിലായ ഗോവർദ്ധനൻ സുലോചനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അലീനെ വിട്ടിട്ടില്ലെങ്കിലും പരാതി കൊടുക്കാത്തതാണ് പ്രശ്നമെന്നും അറിഞ്ഞപ്പോൾ സുലോചനക്കും ആകെ പേടിയായി. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് അവർ ആലോചിച്ചപ്പോൾ വക്കീലിനെ കൂട്ടി വരണം, കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, എങ്ങനെയെങ്കിലും അവളെ പുറത്തിറക്കണം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ആ സമയത്തന്നെ അലീനയുടെ നോട്ടം നേരെ ചെന്നത് സെല്ലിനകത്തേക്കാണ്. അവിടെ ഹരിയും രോഹിത്തും ഇരിക്കുന്നുണ്ടായിരുന്നു. രോഹിത്തിനെ കണ്ടപ്പോൾ അലീനയ്ക്ക് ശരിക്കും അങ്ങ് സങ്കടം തോന്നി. പണ്ടത്തെ ശൗര്യമൊന്നുമില്ലാതെ ആകെ തകർന്ന് തളർന്ന് നിലത്തിരിക്കുന്ന അവൻ. എന്നാൽ ശിവശങ്കറിന്റെ മുഖത്ത് അപ്പോഴും അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ തന്നെയാണ്. രോഹിത്തിനെ കണ്ടപ്പോൾ ഇവൻ പ്രതിയാവാൻ വഴിയില്ലല്ലോ എന്ന് അലീന ചിന്തിച്ചു. ഇതിനിടയിൽ രേവതിക്കുട്ടിയും മാമച്ചനും കൂടി കുര്യച്ചന്റെ വീട്ടിലേക്കെത്തി. അലീനയുടെ കാര്യം പറഞ്ഞപ്പോൾ കുര്യച്ചൻ പറയുന്നുണ്ട്, മാമച്ചായ, ഇങ്ങനത്തെ ഒരു കേസ് നമുക്ക് ഇടപെടാൻ പോലും പറ്റില്ല. നീ എന്തൊക്കെയായി പറയുന്നത്? എങ്കിലും ഗൃഹലക്ഷ്മി പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ലല്ലോ എന്ന്. ഒടുവിൽ കുര്യച്ചൻ പറയുന്നുണ്ട്, ശരി, ജോബി വരട്ടെ, അവന്റെ ഭാര്യയുടെ അച്ഛൻ പാലായിൽ DYSP ആണ്, അവനോടൊന്ന് സംസാരിക്കാം. രേവതിക്കുട്ടിക്ക് ആകെ സങ്കടമായി. അങ്കിളെ, അലീന ചേച്ചി ഒരു പാവമാണ്, ചേച്ചി ഒന്നും ചെയ്തിട്ടില്ല, ചേച്ചി ഒരു തെറ്റും ചെയ്യില്ല, എങ്ങനെയെങ്കിലും ചേച്ചിയെ പുറത്തിറക്കണമെന്ന് കരഞ്ഞുകൊണ്ട് കെഞ്ചിക്കൊണ്ട് പറയാണ് രേവതിക്കുട്ടി. തിരികെ പോരുന്ന വഴിക്കും രേവതിക്കുട്ടി ഭയങ്കര ടെൻഷനിലും സങ്കടത്തിലും ആയിരുന്നു. ആന്റി, നമുക്ക് അലീന ചേച്ചി ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല കൊച്ചേ, പോയാൽ പോലും അവളെ ഇപ്പൊ കാണിക്കില്ല എന്ന് മാമച്ചായൻ പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ രേവതിക്കുട്ടിക്ക് വീണ്ടും സങ്കടമായി. ഈ സമയത്താണ് പത്രത്തിൽ വാർത്ത വരുന്നത്. പീഡന വാർത്ത കണ്ട് കൃഷ്ണമോൾ ആകെ തകർന്നുപോയി. അവൾ കരഞ്ഞുകൊണ്ട് ഭവിതയുടെ അടുത്തേക്ക് ചെന്നുവെങ്കിലും ഭവിത കൈയൊഴിഞ്ഞു. സ്കൂളിൽ പോവാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും എല്ലാവരും ഓരോന്നും ചോദിക്കുമെന്നും പറഞ്ഞ് കൃഷ്ണമോള് മനുശങ്കറിനെ വിളിച്ച് കരഞ്ഞു. മനു അവളെ സമാധാനിപ്പിച്ചു. അലീനെ കാണാൻ തന്നെ മനു ഒരുങ്ങാണ്. കമലമ്മയുടെ എതിർപ്പുകളൊന്നും വകവെക്കാതെ അവൻ നേരെ സ്റ്റേഷനിലേക്ക് തിരിച്ചു. ഇതേ സമയം സുലോചന ആശുപത്രിയിൽ ചെന്ന് വൈജയന്തിയെ കാണുന്നുണ്ട്. വൈജയന്തി തന്റെ മകന്റെ കാര്യമോർത്തുകൊണ്ട് തന്നെ കരയുന്നുണ്ടായിരുന്നു.
നിസാര കാര്യമാണെങ്കിലും പത്രത്തിലൊക്കെ വാർത്ത വരുന്നുണ്ടെന്നും അറിഞ്ഞപ്പോൾ അവർ ആകെ തകർന്നുപോയി. അലീനയും കൂടെ പെട്ടിരിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ അവർക്കാകെ ഭയമായിരുന്നു. സുലോചന ബാലചന്ദ്രനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ആകെ വെപ്രാളത്തിലായി. ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകണമെന്ന് അദ്ദേഹം വാശി പിടിച്ചു. നഴ്സും സുലോചനയും കൂടി അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അലീന ഏതായാലും അവർക്കെതിരെ പരാതി കൊടുക്കാനും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇനി ഏതായാലും ഇതിന്റെ പേരിൽ വല്ലാത്ത പുകില് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നതും. അലീനയുടെ ആ ദൃഢനിശ്ചയത്തിന് മുന്നിൽ പോലീസ് സ്റ്റേഷനിൽ അക്ഷരാർത്ഥത്തിൽ അങ്ങ് ഞെട്ടിവിറച്ചു തന്നെ എന്ന് പറയാം. സിയയുടെ മുന്നിൽ നിന്നും പുറത്തിറങ്ങി ആ ബെഞ്ചിലിരിക്കുമ്പോഴും അവളുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. അല്പസമയത്തിനകം മനുശങ്കർ സ്റ്റേഷനകത്തേക്ക് പാഞ്ഞു വരുന്നത് അലീന കണ്ടു. തന്റെ പ്രിയപ്പെട്ടവനെ കണ്ടപ്പോൾ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞുവെങ്കിലും മുഖത്ത് അവൾ അതൊന്നും കാണിച്ചില്ല. മനു നേരെ സിയയുടെ അടുത്തേക്ക് ചെന്നു. സാറേ, തെറ്റൊന്നും ചെയ്യാത്ത ഒരാളെ ഇങ്ങനെ ഇത്രയും നേരം നിങ്ങൾ പിടിച്ചു വെക്കാൻ എങ്ങനെ പറ്റും? അവൾക്ക് യാതൊരുവിധ പരാതിയുമില്ല എന്ന് പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഈ ഒരു പീഡനം? മനുവിന്റെ ചോദ്യത്തിനു മുന്നിൽ സിയെ ഒന്ന് പതറിയെങ്കിലും അധികാരം കാണിച്ച് അയാൾ ഒച്ച വെച്ചു. പക്ഷേ മനു വിട്ടുകൊടുക്കാനൊന്നും തയ്യാറല്ലായിരുന്നു. നിയമപരമായി നേരിടാൻ എനിക്കറിയാം സാറേ, ഇതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ മനു അങ്ങ് വെല്ലുവിളിക്കാണ്. ഇതേ സമയം സെല്ലിനുള്ളിൽ രോഹിത്തിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഹരിശങ്കറിന്റെ ആ കുടലച്ചിരി അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. നീയും ഞാനും ഇപ്പോ ഒരേ തൂവൽ പക്ഷികളാണ് രോഹിത്തെ, ആരും നിന്നെ വിശ്വസിക്കില്ല എന്ന് ഹരി പരിഹസിക്കുമ്പോൾ രോഹിത് തന്റെ തല ചുവരിലിടിച്ച് കരയുകയായിരിക്കും. അലീന അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ രോഹിത്തിന്റെ കണ്ണുകളിൽ കണ്ട ആ ഒരു നിസ്സഹായത അവളിൽ ഒരു സംശയം ജനിപ്പിച്ചു. ഇവൻ യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു ചതിക്ക് കൂട്ടുനിൽക്കുമോ? ഹോസ്പിറ്റലിൽ ബാലചന്ദ്രൻ വലിയൊരു തീരുമാനത്തിലായിരുന്നു. സുലോചനയുടെയും നഴ്സിന്റെയും എതിർപ്പ് വകവെക്കാതെ അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റു. എന്റെ മകൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ നിന്നും പോയേ പറ്റൂ സുലോചനെ. അവൾ അവിടെ തനിച്ചാണ്. അവളെ രക്ഷിക്കണമെങ്കിൽ ഞാൻ ഇവിടെ നിന്നും പോയേ പറ്റൂ എന്ന് പറയും. ആശുപത്രിയുടെ ഇടനാഴിയിലൂടെ ആടിയാണ് അദ്ദേഹം പുറത്തേക്ക് വന്നത്. അവിടെ കാത്തു നിൽക്കുന്ന ഗോവർദ്ധനോടൊപ്പം അദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. സ്റ്റേഷനിൽ നാടകീയമായ രംഗങ്ങളാണ് പിന്നീട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മനു കൊണ്ടുവന്ന വക്കീൽ സിയയുടെ വാദങ്ങളെല്ലാം തന്നെ പൊളിച്ചടുക്കി. അലീനയെ അന്യായമായി തടഞ്ഞു വെച്ചതിന് കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഉറപ്പായപ്പോൾ സിയയ്ക്ക് അയയേണ്ടി വന്നു. അലീന പുറത്തേക്ക് വരുമ്പോൾ മനുവിന്റെ കൈകൾ മുറുക്കെ പിടിച്ചു. പക്ഷേ അവളുടെ നോട്ടം സെല്ലിനുള്ളിലെ രോഹിത്തിലായിരുന്നു. എനിക്ക് രോഹിത്തിനോടൊന്ന് സംസാരിക്കണം. അലീന പറഞ്ഞത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. മനു പോലും അവളെ തടയാൻ നോക്കി. പക്ഷേ അലീന രോഹിത്തിന്റെ അരികിലേക്ക് എത്തി. പതുക്കെ പറഞ്ഞു, സത്യം എപ്പോഴാണെങ്കിലും പുറത്തു വരും രോഹിത്തെ. നീ ചെയ്തത് തെറ്റാണെങ്കിൽ കാലം നിനക്ക് മാപ്പ് തരില്ല. പക്ഷേ നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് അലീന രോഹിത്തിന് വാക്ക് നൽകി. അലീനയുടെ ആ വാക്കുകൾ കേട്ടിട്ട് രോഹിത് ശരിക്കും അങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. സ്റ്റേഷന് പുറത്ത് കാലിൽ ബാലചന്ദ്രൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ അലീന ഓടിച്ചെന്ന് ആ നെഞ്ചിലേക്ക് അങ്ങ് ചാഞ്ഞു. ആ തണലിൽ അവൾക്ക് വലിയൊരു ആശ്വാസം തോന്നി. എങ്കിലും ഹരിശങ്കറിന്റെ ആ ഒരു ക്രൂരമായ നോട്ടം അവളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. ഈ യുദ്ധം ഇവിടെയൊന്നും തീരുന്നില്ല എന്നും ഇതൊരു വലിയ പോരാട്ടത്തിന്റെ തുടക്കം മാത്രമാണെന്നും അലീനക്ക് മനസ്സിലായി. ഇനി അലീനയുടെ നീക്കം എന്തായിരിക്കുമെന്നും ഹരിശങ്കറിന്റെ മുഖംമൂടി അവൾ എങ്ങനെ വലിച്ചു കീറുമെന്നും മനുശങ്കർ അവൾക്ക് താങ്ങായി എന്നും കൂടെ ഉണ്ടാകുമോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.